ഈ വരാലിനെ പോലുള്ള എക്സ്പ്രഷൻ ഇട്ട് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു വാടാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു എനിക്കിങ്ങും വയ്യ, സത്യം പറഞ്ഞാൽ ഈ ചെറുക്കനെയും കൊണ്ട് നമുക്ക് എവിടെയും ഒരിടത്തും പോകാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയത്തില്ല, എല്ലാ ആങ്ങളമാരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരിടത്തും നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ കൂട്ടുകാരുടെ എല്ലാ വീട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ സ്ഥിതിഗതി ഇങ്ങനെയാണ്. എനിക്ക് ഇവനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടെ. അപ്പോൾ വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ ഹായ് ഹലോ ഒന്നും പറയാതെ ഇപ്പോഴാണ് ഞാൻ ഹായ് ഹലോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാടോ. ഒരു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഇങ്ങനെ മടിയാണ്. അതെന്തോ എനിക്കറിയില്ല, അതെൻ്റെ ഒരു കൂടപ്പിറപ്പായി ഇങ്ങനെ കുടികൊള്ളുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കണം. കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം. പേഴ്സണലി എനിക്ക് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ ഇടണം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നെയൊക്കെ ഓർത്തിരിക്കാനും അല്ലെങ്കിൽ വീഡിയോ കാണാത്തപ്പോൾ എന്നെ ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് വന്ന് മെസ്സേജൊക്കെ ഇടുന്നുണ്ടല്ലേ. അങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ ഞങ്ങൾ ഈ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തോട്ടാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് അടുത്ത് തന്നെയാണ് കൊല്ലം ചിന്നക്കട എന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോ വരുന്നത് ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ ആണ്. അതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കിടന്ന് വെറുതെ പൊടിയടിക്കുന്നു. ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ ഇരുന്നപ്പോൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എടുത്ത് എന്തായാലും എഡിറ്റ് ചെയ്തിടാമെന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് കൊല്ലം ആശ്രാമ മൈതാനമാണ്. അതിൻ്റെ റൗണ്ടാണ് കേട്ടോ. ആ ഗ്രൗണ്ടാണ് ഈ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കൊല്ലത്തുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ ക്രിക്കറ്റ് കളിക്കുന്നതും. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലായിട്ടാണ്. സ്റ്റുഡിയോയുടെ ഡിയോ ഇല്ല, സൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആ 3 ലൈറ്റ് അണഞ്ഞ് കിടക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളുടെ ഓരോ ടൈം പാസും സന്തോഷങ്ങളും ഒക്കെ അല്ലേ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അതിപ്പം പോസ്റ്റ് ചെയ്യണോ എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. പിന്നെ ഇതെപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ആഹാ നമ്മളിങ്ങനെ ആയിരുന്നല്ലോ കുറച്ച് നാൾ മുന്നേ, അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ എനിക്കും ആ കൂട്ടത്തിൽ കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഈ നിൽക്കുന്നവനാണ് എൻ്റെ പൊന്നാങ്ങള. ആളിനെ കണ്ട എൻ്റെ ചേട്ടനാന്ന് പറയത്തില്ലേ, എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അവനോട് പോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ ചേട്ടനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാര്യം ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അവൻ്റെ ഈ ലുക്കും ഈ എന്താ പറയുക മസിൽ പിടിച്ചിട്ടുള്ള നടത്തം കൊണ്ടിട്ടാണ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, എപ്പോഴും ഡ്രസ്സ് എടുപ്പും തിന്നാൻ പോക്കും കറങ്ങലും ഒക്കെ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല കേട്ടോ. നമുക്ക് ഡ്രസ്സിന് എന്തെങ്കിലും എടുക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം, അങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ മാത്രം, മാസത്തിൽ അല്ലെങ്കിൽ 3-4 മാസങ്ങളൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞ് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോടായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിറവേറ്റുക, അല്ലാണ്ട് ഇപ്പം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ സന്തോഷമായിട്ടിരിക്കുക, അത്ര തന്നെ. ഹാപ്പി ആവാൻ പറ്റുന്നത് ഹാപ്പി ആവുക. കാണിക്കുന്നത് വെറും പട്ടി ഷോ ആണ്. അത് കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എല്ലാ പെൺപിള്ളേർക്കും ഒരു ഫോട്ടോ പോസ്റ്റിങ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാനും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമൊന്നും അല്ലടോ നമുക്ക് പുറമേന്ന് വെച്ചാൽ. ഞങ്ങൾക്കൊരു 2-3 വർഷക്കാലം ഇതൊന്നും വാങ്ങാനോ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും ഞങ്ങളെ ആരൊക്കെ കുറ്റം പറഞ്ഞതും തള്ളിപ്പറഞ്ഞതും ഒരുപാട് പേര് അകറ്റിയ കഥകളും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതെല്ലാം ആരൊക്കെ ഉണ്ടെന്നും അല്ലെങ്കിൽ ആരൊക്കെ വിട്ടിട്ട് പോയെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് എൻ്റെ ഫാമിലിക്കാണെങ്കിൽ പോലും ഞങ്ങൾ മാക്സിമം കിട്ടുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ വാങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിലും ഞങ്ങളപ്പോൾ തന്നെ ചെയ്യും. ലൈഫ് ഒന്നല്ലേ ഉള്ളത്, അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ ചിരിച്ച് കളിച്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പൊട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ അവൻ്റെ മുഖത്ത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയും രൂപയൊക്കെ ആവുമെന്ന്. ഒരു 6000-7000 അകത്തൊക്കെ ആയിട്ടുണ്ട്. എന്താ ഒന്നും നോക്കിയില്ല, നമ്മൾ അംബാനിയുടെ തോളോട് തോൾ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കാര്യങ്ങളും നോക്കിയില്ല. ഈ വഴി കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ചെറിയ നാളിൽ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളും ആ പരിസരങ്ങളും ഒക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമം വന്നു. ആ ഒരു കാലഘട്ടത്തിലോട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത വരെ എനിക്ക് തോന്നിപ്പോയി. അത്രയും മിസ് ചെയ്യുന്നത്. അതെൻ്റെ കൊച്ചു സ്കൂളാണ്, LMS LPS കണ്ടോൺമെൻറ്റ്. അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ആ വലിയ സ്കൂള്, അവിടത്തേക്ക് ഞാൻ പോയില്ല. പിന്നെ ഞാൻ പള്ളിക്കീഴ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങാം എന്നുള്ള തീരുമാനത്തിലോട്ടാണ് പോയത്. ഞാൻ കുറച്ച് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് പേരുണ്ട്. ഒത്തിരി പേരൊന്നുമില്ലെങ്കിൽ 1-2 പേരുണ്ട്. ആ 1-2 പേരുടെ എനിക്കിപ്പോഴും കടപ്പാട് സ്നേഹമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ സഹായിച്ച ആ ഒരു ആൾക്കാർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളെ അറിഞ്ഞു നിന്നിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. ഫുഡ് വാങ്ങാനുള്ള പ്ലാനിൽ പോയിട്ട് ഞങ്ങളത് പെട്ടെന്നൊരു ട്വിസ്റ്റിലോട്ട് മാറി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു കടയാണ് നമ്മുടെ കൊല്ലത്തുള്ളൊരു കടയാണ്. പേര് ഞാൻ മറന്നു, പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ആ ചേട്ടന്മാരെ നമുക്ക് കുറേ നാളായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ എപ്പോൾ ചെന്നാലും നല്ല ഫ്രണ്ട്ലിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിൻ്റെ സൈഡിലുള്ള ആ ഒരു
കടയുടെ പേരൊക്കെ മറന്നു പോയടോ. എനിക്ക് അമ്നീഷ്യ ബാധിച്ചോ എന്നൊരു സംശയം. ഈ ഇടയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നടാ, വല്ലാണ്ട് ഞാൻ മറന്നു പോകുന്നു. ഇതിൻ്റെ പേര് വന്നിട്ട് തുർക്കിഷ് എന്നാണ്. ഇത് അത്യാവശ്യം നല്ല നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് അടിച്ചു, കുറേ നേരം പോസ്റ്റ് അടിച്ചു. പിന്നെ അവസാനം വിശപ്പ് കെട്ട് സഹിച്ചു. ഇതാണ് എൻ്റെ വീടിൻ്റെ വഴി എന്നൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വലിയ വലിയ വീടുകളാട്ടോ, അത്യാവശ്യം നല്ല ആൾക്കാരുമാണ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. ഇത് ഗംഗാദേവിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ വേണം പോകാൻ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു സമയം ഒരു 9:30-10 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി നമ്മുടെ സ്കൂളിൽ എന്താ പറയുക എസ്സേ പറയുന്ന പോലെ ഉണ്ടല്ലേ. എനിക്ക് അങ്ങനെയൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ വിവരിക്കുന്നതെന്നൊക്കെ. ചെറുതായിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടാൽ പോരെയെന്ന്. കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് ആ ഒരു പുതിയൊന്ന് മാറട്ടെ എന്ന് വെച്ചിട്ടിട്ടതാണ്. പൂമുഖവാദിക്കളിൽ ഞങ്ങളെയും കാത്തിരിക്കുന്ന ഞങ്ങളുടെ അമ്മ, ഒന്നും അറിയാത്ത പോലെ ചാരി കസേരയിൽ കിടക്കുന്ന എൻ്റെ അച്ഛൻ, എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും ഒന്നും അറിയുന്നില്ല കേട്ടോ ആ കത്തിരിക്കുന്ന പുള്ളിക്കാരൻ. ഇനി അറിഞ്ഞിട്ട് അറിയാതെ ഇരിക്കുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. ആ ഫോണിൽ നിന്ന് എന്തായാലും കണ്ണെടുത്തിട്ടില്ല. എന്തായാലും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1 മാസത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്കപ്പം അത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവരതൊക്കെ നോക്കട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു. അതെ, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.